കുറച്ച് ദിവസം മുമ്പ് രണ്ട് മൂന്നാഴ്ച മുമ്പാണ് റിലീസ് ചെയ്തത് എന്ന് ഓർക്കുന്നു. പേഴ്സണലി ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ്. അപ്പോൾ മാർക്കോ എന്ന പടത്തിന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കേഷൻ എ സർട്ടിഫിക്കേഷനാണ്. അതിനർത്ഥം 18 വയസ്സാവാത്ത ആളുകൾക്ക് ആ സിനിമ കാണാനുള്ള അനുവാദമില്ല എന്നാണ് നിയമപരമായിട്ട് ഉള്ള മാർക്കോ എന്ന സിനിമയുടെ അർത്ഥം. അപ്പോൾ സാറ് ചോദിച്ചത് ഈ സിനിമ കൊണ്ട് നമ്മുടെ സമൂഹത്തിനുണ്ടാവുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അതുകൊണ്ട് ആളുകൾക്കിടയിലുണ്ടാവുന്ന സ്വഭാവമാറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നാണ് സാറിൻ്റെ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സിനിമ എന്ന കലയും അതുപോലെ ജീവിതവും രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ആളുകൾ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അല്ലാതെ സിനിമ എന്നൊരു കല, ആ സിനിമ എന്നൊരു കല കണ്ടു എന്ന് വെച്ച് മാത്രം അതിൽ നിന്ന് വയലൻസ്, അതിപ്പോൾ നല്ലൊരു സിനിമ കണ്ടു എന്ന് വെച്ച് അദ്ദേഹം വലിയൊരു നന്മ ഉള്ള ആളാവുന്നില്ല. അതുപോലെ വയലൻസ് എന്നൊരു സിനിമ കണ്ടു എന്ന് വെച്ച് എല്ലാവരും അല്ല, ചില പേരിൽ ചിലപ്പോൾ അത് ചെറിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരിക്കാം. പക്ഷേ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് നമ്മൾ കഴിയുന്ന രീതിയിൽ ബോധവൽക്കരണം കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമ എന്ന കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പല രീതിയിൽ ഉള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വ്യത്യസ്ത തരം സിനിമകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലും നല്ല സിനിമകൾ ഇനിയും മലയാള ഇൻഡസ്ട്രിയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മതപരമായിട്ട് എനിക്ക് എൻ്റെ മതത്തിൽ പറയുന്നത് അനുസരിച്ച് എനിക്ക് സിനിമകൾ കാണാൻ അനുവാദമില്ല എന്നാണ് ശരിക്ക് എന്ന് ഞാൻ ഓർത്തെടുക്കുന്നു. അപ്പോൾ കഴിയുന്നതും കുറച്ച് എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും കാണാൻ ആഗ്രഹമുള്ള സിനിമകളെ ഞാൻ അങ്ങനെ പോയി കാണാറുള്ളൂ. അതിലിപ്പോൾ മാർക്കോ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഞാൻ മാർക്കോ കണ്ട് പിറ്റേ അടുത്ത ദിവസം മുതൽ കത്തിയും തോക്കും എടുത്ത് ആളുകളെ കൊല്ലാനൊന്നും ഇറങ്ങുന്നില്ല. അതുപോലെ എല്ലാവരും കലയും ജീവിതവും രണ്ടും രണ്ടായി തിരിച്ചറിഞ്ഞ് സിനിമ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ മറുപടി തൃപ്തികരമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അഷ്റഫ്.